പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുപ്രധാനമായൊരു മസ്അലയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് 178 വചനവുമായി ബന്ധപ്പെട്ട് പഠിക്കുകയുണ്ടായത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മുസ്ലിമിൻ്റെ കയ്യാൽ ഒരു ദിമ്മി കൊല്ലപ്പെട്ടാൽ ആ മുസ്ലിമിന് നേരെ ഖിസാസ്, പ്രതിക്രിയ, തുല്യശിക്ഷ ഉണ്ടാകുമോ എന്നുള്ള വിഷയം, അതിൽ പണ്ഡിതന്മാരുടെ വീക്ഷണ വ്യത്യാസങ്ങളാണ് വിശദീകരിച്ചത്. കൊല ചെയ്ത മുസ്ലിം ഖിസാസിന് വിധേയമാക്കപ്പെടും എന്ന ഹനഫികളുടെ വീക്ഷണം അല്പം വിശദീകരിക്കുകയുണ്ടായി. അത് പ്രബലമെന്ന് തോന്നും വിധമാണ് വിശദീകരണം വന്നത്. അതിൻ്റെ ഒരു കാരണം അവരുടെ തെളിവുകളും അതിനുള്ള അനുബന്ധങ്ങളും, പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചില അസറുകൾ വന്നത്. അതിൽപ്പെട്ടതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഷാമിൽ ഒരു ദിമ്മിയെ ഒരു മുസ്ലിം വധിക്കുകയുണ്ടായി. അപ്പോൾ ആ മുസ്ലിമിന് നേരെ ശിക്ഷ അൽ ഖത്ലു ഖിസാസൻ എന്നാണ്, ഖിസാസായിട്ടുള്ള കൊലയായിരുന്നു എന്നാണ്. ഇത് സുനനുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം പല പണ്ഡിതന്മാരും, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഉമ്മിൽ, അതേപോലെ തന്നെ സുഹ്നൂൻ അൽ മുദവ്വിന അൽ കുബ്രയിൽ, പിന്നെ ഇബ്നു ഖുദാം അൽ മഖ്ദിസി അൽ മുഗ്നിയിൽ, അൽ മുഹദ്ദബിൽ ഷിറാസി തുടങ്ങിയവരൊക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാലൊക്കെയാണ് ആ ഒരു അവതരണം അങ്ങനെ വന്നത് എന്ന് ഞാനൊന്ന് ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, നമ്മുടെ ഈ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന ഭാഗത്ത് മറ്റൊരു മസ്അല, ഒരു വ്യക്തിയെ ഒന്നിലധികം ആളുകൾ വധിച്ചാൽ കൊല്ലപ്പെട്ട വ്യക്തിക്ക് പകരം കൊലക്കുറ്റത്തിൽ പങ്കാളികളായവർ മുഴുവൻ ഖിസാസിന് വിധേയമാക്കപ്പെടുമോ? ഈ ആയത്ത് ഓതിയാൽ ഖിസാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസിനെ നിയമമാക്കി എന്നാണ്. അത് മുസാവാത്തിനെയും മുമാസലയെയും, തുല്യതയെയും സമത്വത്തെയുമാണ് അനിവാര്യമാക്കുന്നത്, തേടുന്നത്. അതുകൊണ്ട് തന്നെ കൊല ചെയ്യപ്പെട്ടൊരു വ്യക്തി, കൊലക്കുറ്റത്തിൽ പങ്കാളികളായവർ പലർ, ഇവർ തുല്യമാകില്ല. അതുകൊണ്ട് ഒരാൾക്ക് പകരം ഒരാൾക്കൂട്ടത്തെ വധിക്കാവതല്ല. ഇതാണ് ഇമാം ഇബ്നു ഹസം അബ്ബാഹിരിയുടെയും ബാഹിരി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളുടെയും അഭിപ്രായം. അവർ ഈ ആയത്താണ് അതിന് തെളിവ് കൂട്ടുപിടിച്ചത്. പിന്നെ സൂറത്തുൽ മാഇദയിലെ 45 വചനം, അന്ന നഫ്സ ബിൻ നഫ്സ്, ഒരു ജീവന് പകരം ഒരു ജീവൻ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒന്നിനൊന്ന് എന്നാണ്, ഒരാൾക്ക് പകരം ഒരാൾക്കൂട്ടം അല്ല. ഇങ്ങനെയാണ് ബാഹിരിയാക്കൾ തെളിവ് പിടിച്ചത്. പക്ഷേ ജുംഹൂർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരാളെ വധിക്കുന്നതിൽ ഒരാൾക്കൂട്ടം പങ്കാളികളാണ് എങ്കിൽ അവരിൽ കൊലക്കുറ്റം തെളിഞ്ഞാൽ അവരെല്ലാവരും വധിക്കപ്പെടും ഖിസാസായി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഒരു അടിമയെ 7 പേർ കൂടി വധിച്ചു സൻആയിൽ. ആ 7 പേരിലും ഖിസാസ് നടപ്പിലാക്കിയെന്നാണ്. എന്നിട്ട് ഉമർ പറഞ്ഞു എന്നാണ്, ലൗ തമാല അലൈഹി അഹ്ലു സൻആ ലഖതൽതുഹും, സൻആ നിവാസികളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഗുലാമിനെ വധിച്ചതെങ്കിൽ, വധിക്കാൻ കൂട്ടുകൂടിയതെങ്കിൽ ഞാൻ അവരെ എല്ലാവരെയും കൊല്ലുമായിരുന്നു എന്ന് ഉമർ പറഞ്ഞു എന്നാണ്. സംഭവം ഉദ്ധരിച്ച ഇമാം ഇബ്നു കസീർ പറയുന്നത്, ഇത് ഉമറിൻ്റെ ഖിലാഫത്തിലാണ്, സഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന കാലം, ഒരാളും എതിർത്തില്ല, അതുകൊണ്ട് ഒരു ഇജ്മാഅ് പോലെയാണ് എന്നാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ 3 പേർ ഒരു വ്യക്തിയെ കൊല്ലുന്നതിൽ പങ്കാളികളായി. അങ്ങനെ ആ 3 പേരെയും ഈ വ്യക്തിയുടെ കൊലയുടെ വിഷയത്തിൽ വധിക്കുകയുണ്ടായി എന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ നടന്ന മറ്റൊരു സംഭവം, ഒരു സ്ത്രീയും അവളുടെ കാമുകനും
അവളുടെ ഭൃത്യനും ചേർന്ന് മറ്റൊരു വ്യക്തിയുമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും 4 പേർ ചേർന്ന്, സ്ത്രീ, കാമുകൻ, പിന്നെ ഒരാൾ, പിന്നെ സ്ത്രീയുടെ ഭൃത്യൻ, ഈ 4 പേർ ചേർന്ന് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മകനെ കൊന്നു, കഷ്ണിച്ച് കിണറ്റിലെറിഞ്ഞു എന്നാണ്. അതും യമനിൽ ഉമർ അള്ളാൻ്റെ ഖിലാഫത്തിൽ ഈ 4 പേരെയും വധിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇതൊക്കെ അലിയാര കാലത്തെ സംഭവം, ഉമർ അള്ളാൻ്റെ കാലത്തെ ഈ സംഭവം, ഇതൊക്കെ ഇമാം മാലിക് മുവത്തയിൽ, അതേപോലെ തന്നെ ഇമാം ഷാഫിഈ കിതാബുൽ ഉമ്മിൽ, ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അൽ മുഗ്നിയിൽ, ഇബ്നുൽ ഖയ്യിം അവിടുത്തെ അലാമുൽ മുവഖ്ഖീനിൽ, ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ശരിയായ അഭിപ്രായം ഈ പറയപ്പെട്ടതാണ്. ഒരാളെ കൊല്ലുന്നതിൽ ഒന്നിലധികം ആളുകൾ പങ്കാളികളാണ് എങ്കിൽ അവരെല്ലാവരും പ്രതിക്രിയക്ക് വിധേയരാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗ അന്ന അഹ്ലസ് സമാഇ വ അഹ്ലൽ അർദി ഇഷ്തറകു ഫീ ദമി മുഅ്മിനിൻ ലഅകബ്ബഹുമുല്ലാഹു ഫിന്നാർ എന്ന്. ഒരു മുഅ്മിനെ വധിക്കുന്നതിൽ വാനങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും അള്ളാഹു നരകത്തിൽ വീഴ്ത്തും എന്ന്. പാരത്രിക ലോകത്തെ ശിക്ഷയിൽ കൊലയാളികളെല്ലാം പങ്കാളികളാണ് എങ്കിൽ ദുന്യവിയായ ശിക്ഷയിലും അവർ പങ്കാളികളാകും എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ പറയുന്നത്, ഇഹ്തജ ഉലമാഉന ബിഹാദിഹിൽ ആയ, ഞങ്ങളുടെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ മാലിക്കി മദ്ഹബിലെ ഉലമാക്കൾ ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചു എന്നാണ്. ഏതായത്ത്? കുതിബ അലൈക്കുമുൽ ഖിസാസ് എന്ന ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചു. ആർക്കെതിരിൽ? അല അഹ്മദ ഇബ്നു ഹംബൽ, അഹ്മദ് ഇബ്നു ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എതിരിൽ. ഇമാം അഹ്മദിൻ്റെ അഭിപ്രായം ലാ തുഖ്തൽ ജമാഅത്ത് ബിൽ വാഹിദി എന്നാണ്. ഒരാൾക്ക് പകരം ഒരു സംഘം വധിക്കപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ ഈ ആയത്ത് കൊണ്ട് ഞങ്ങൾ തെളിവ് പിടിച്ചു. ലിഅന്നല്ലാഹ ശറത ഫിൽ ഖിസാസിൽ മുസാവാത്ത് വലാ മുസാവാത ബൈനൽ വാഹിദി വൽ ജമാഅ. ഇമാം അഹ്മദ് പറഞ്ഞത്, ഖിസാസിൽ തുല്യത വേണം എന്ന് അള്ളാഹു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെയും ഒരു സംഘത്തിൻ്റെയും ഇടയിൽ തുല്യത വരില്ലല്ലോ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പറഞ്ഞത് ഒരാൾക്ക് പകരം ഒരു സംഘം വധിക്കപ്പെടില്ല എന്ന്. പക്ഷേ ഈ ആയത്തുകൊണ്ട് മാലിക്കി ഉലമാക്കൾ തെളിവ് പിടിച്ചത് എങ്ങനെയാണ്? അന്ന മുറാഅത്തൽ ഖാഇദത്തി ഔലാ മിൻ മുറാഅത്തിൽ അൽഫാദ്, പദപ്രയോഗങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനേക്കാൾ അനുയോജ്യവും അർഹവുമായത് തത്വം പരിഗണിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഖിസാസിനെ ശറഅാക്കിയത്? ഖിസാസിനെ ശറഅാക്കിയത് തിരിച്ചു കൊല്ലുമെന്നുള്ള പേടിയാൽ ആളുകൾ കൊല ചെയ്യരുത്, കൊല്ലപ്പെടരുത്, അതിനു വേണ്ടിയാണ്. വലൗ അലിമൽ ജമാഅത്തു അന്നഹും ഇദാ ഖതലു വാഹിദൻ ലം യുഖ്തലു ബിഹി ലതആവനൽ അഅദാഉ അലാ ഖത്ലി അഅദാഇഹിം വബലഗുൽ അമൽ മിനൽ തശഫി മിൻഹും എന്നാണ്. ഒരു സംഘം അറിയുകയാണ് എല്ലാവരും കൂടി ഒരാളെ കൊന്നാൽ തുല്യശിക്ഷയ്ക്ക്, തിരിച്ചുകൊല്ലലിന്, പ്രതിക്രിയക്ക് തങ്ങൾ വിധേയമാവുകയില്ല. ഇത് ഒരു സംഘം അറിയുകയാണ് എങ്കിൽ ഈ ശത്രുക്കൾക്കെതിരിൽ പരസ്പരം സഹകരിക്കും. അങ്ങനെ അവർ പ്രതീക്ഷ കാണുകയും ചെയ്യും, കൊന്നാലും രക്ഷയ്ക്ക് വകുപ്പുണ്ട് എന്ന നിലക്ക്. ഖിസാസ് എന്തിനാ നിയമമാക്കിയത്? കൊല നടത്താനുള്ള പ്രേരണ ഉണ്ടാകരുത് എന്നതിനാലാണ്. അപ്പോൾ ഈ പദങ്ങളെ പരിഗണിക്കുകയല്ല വേണ്ടത്, പിന്നെ തത്വം പരിഗണിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് പറഞ്ഞത്. പിന്നെ ഖിസാസിൻ്റെ ലക്ഷ്യം ഖത്ലു മൻ ഖതൽ കായിന മൻ കാൻ, കൊന്നോനെ കൊല്ലുക എന്നുള്ളതാണ്, അവൻ ആരാകട്ടെ. അറബികളുടെ പതിവായിരുന്നു കൊല്ലപ്പെട്ടവന് പകരം കൊലക്കുറ്റത്തിൽ പങ്കാളികളാകാത്ത ആളുകളെ കൊല്ലുക എന്നുള്ളത്. ഒരാൾക്ക് പകരം 100 ആളുകളെയൊക്കെ കൊല്ലും.
സ്ഥാനത്തിൻ്റെയും ഗോത്ര മഹിമയുടെയും ഒക്കെ പേര് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിസാസിലൂടെ നീതി കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞത് കൊന്നവനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ കൊലയിൽ ആരാണോ പങ്കാളിയായത് അവരൊക്കെ കൊല്ലപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നീതിയുടെ തേട്ടം. കൊലക്കുറ്റത്തിൽ പങ്കാളികളാകാത്തവരെ കൊല്ലുക എന്നുള്ളതല്ല. അപ്പോൾ ഒരാളായാലും ഒന്നിലധികം ആളായാലും കൊലപാതകികൾ കൊല്ലപ്പെടണം എന്ന് ഇതൊക്കെ ഇബ്നുൽ അറബി ഇതിന് മറുപടിയായി പറഞ്ഞതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല എന്ന ഭാഗത്തിൽ മറ്റൊരു മസ്അലയാണ് കൊലക്കുറ്റം ചെയ്തവൻ എങ്ങനെയാണ് പ്രതിക്രിയക്ക് തുല്യശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുക. അൽ ഖിസാസ് ഫിൽ ഖത്ല അത് എങ്ങനെ? അൽ ഖിസാസ് ഫിൽ ഖത്ല എന്ന പ്രയോഗം മുമാസലത്തിനെയാണ് അറിയിക്കുന്നത്. മുമാസലത്ത് എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയാണോ കൊന്നത് അതുപോലെ കൊല്ലുക എന്നുള്ളതാണ്. ഈ ആയത്തിനെ മുഖവിലക്കെടുത്ത് ഇമാം മാലിക് അതുപോലെ ഇമാം ഷാഫി തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞത് എങ്ങനെ കൊന്നോ അങ്ങനെ ഖിസാസിന് വിധേയമാക്കപ്പെടുക. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്, വിശുദ്ധ മദീനയിൽ നടന്നത്. അന്നൊരു പെൺകുട്ടി മദീനയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഔദാഹ് ഉണ്ടായിരുന്നു. ഔദാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളകൾ, വെള്ളിയാൽ തീർക്കപ്പെട്ട വളകൾ. ഈ പെൺകുട്ടിയെ ഒരു യഹൂദൻ പിടികൂടുകയും അവളെ ഒരു കിണറ്റിലേക്ക് കൊണ്ടിടുകയും ചെയ്തു. അങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ തല അടിച്ചു ചതച്ചു, തലക്കടിച്ചു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ആഭരണങ്ങൾ ഊരിയെടുത്ത് ഈ ജൂതൻ മുങ്ങി. ഈ പെൺകുട്ടിയെ ആ കിണറ്റിൽ നിന്ന് അവളുടെ കുടുംബക്കാർ കണ്ടെത്തിയപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ജീവനോട് മല്ലിടുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഈ പെൺകുട്ടിയെ ബന്ധുക്കൾ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ചോദിച്ചു, മൻ ഖതലക്കി, ആരാണ് നിന്നെ കൊന്നത്? ആ ഫുലാനും, ഇന്ന വ്യക്തിയാണോ? അപ്പോൾ അവൾ തല കൊണ്ടിങ്ങനെ അല്ല എന്ന് ആംഗ്യം കാണിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ചോദിച്ചു, ഫുലാനുൻ, എങ്കിൽ ഇന്ന വ്യക്തിയാണോ? അങ്ങനെ ഈ യഹൂദിയുടെ പേര് പറഞ്ഞു. അവനാണോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി തലകൊണ്ട് അതെ എന്ന് കാണിച്ചു. അപ്പോൾ ആ യഹൂദി പിടികൂടപ്പെട്ടു. എന്നിട്ട് ആ യഹൂദിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാനാണ് കുറ്റം ചെയ്തതെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദിയെ ഖിസാസിന് വിധേയമാക്കാൻ പറഞ്ഞു. അങ്ങനെ ഫറൂദി ഖറസുഹു ബൈന ഹജറൈൻ, അയാൾ ചെയ്തതുപോലെ തന്നെ രണ്ട് കല്ലുകൾക്കിടയിൽ അവൻ്റെ തലയും ഇടിക്കപ്പെട്ടു. ചില നിവേദനങ്ങളിൽ ഫഅമറ ബിഹി അൻ യുർജം ഹത്ത യമൂത്ത് ഫറുജിമ ഹത്ത മാത്ത് എന്നാണ്. കല്ലെറിയാൻ പറഞ്ഞു മരിക്കോളം. അങ്ങനെ അവൻ കൊല്ലപ്പെടുന്നത് വരെ കല്ലെറിഞ്ഞു എന്നാണ്. അപ്പോൾ ഈ സംഭവം അറിയിക്കുന്നത് എന്താ? എങ്ങനെയാണോ കൊല ചെയ്തത് അതേ രീതിയിൽ ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഖലീഫയായിരിക്കെ കൊല്ലപ്പെട്ടൊരു വ്യക്തിയുടെ വലിയിനോട് ഖിസാസ് നടത്താൻ പറയുകയും കൊല ചെയ്തവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കൊലയാളി കൊന്നത് വടി കൊണ്ടടിച്ചായിരുന്നു. അപ്പോൾ ഈ വലിയ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധു കൊല ചെയ്തവനെ ഫഖത്തലഹു വലിയുഹു ബി ആസൻ എന്നാണ്, ഒരു വടി കൊണ്ട് അടിച്ചു കൊന്നു. ഇമാം തബറാനി നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഞാനിത് ഉദ്ധരിച്ചത് അൽ ഖിസാസ് ഫിൽ ഖത്ല അതെങ്ങനെ നടപ്പിലാക്കും, എങ്ങനെയാണോ വധിച്ചത് ആ നിലക്ക്. ചില പണ്ഡിതന്മാർ അബൂ ഹനീഫയും അതേപോലെ ഇമാം അഹ്മദിൽ നിന്നുള്ളൊരു നിവേദനവുമൊക്കെ ഇപ്രകാരമാണ്. ഖിസാസ് കൊണ്ട് ഉദ്ദേശം
ജീവൻ എടുത്തതിന് പകരം ജീവൻ എടുക്കുക. അതുകൊണ്ട് തന്നെ വാളുകൊണ്ട് ശിരച്ഛേദം നടത്തി തല കൊയ്ത് പ്രതിക്രിയ ചെയ്താൽ മതി എന്നുള്ളതാണ്. എങ്ങനെയാണോ കൊന്നത് അങ്ങനെയല്ല, പിന്നെയോ ജീവൻ എടുക്കുകയാണല്ലോ ചെയ്തത്, എങ്ങനെ കൊന്നാലും. അതുകൊണ്ട് തന്നെ തിരിച്ച് ജീവൻ എടുക്കുക, അത് മതി. അത് വാളുകൊണ്ട് കൊത്തി. ലാ ഖവദ ഇല്ലാ ബിസൈഫ്, സൈഫ് കൊണ്ടല്ലാതെ ഖിസാസ് ഇല്ല എന്നൊരു ഹദീസ് ഉണ്ട്. പക്ഷേ ഹദീസ് ദുർബലാണ്. അതാണ് അവരതിന് തെളിവിന് പിടിച്ചത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴും മുസ്ലയെ വിരോധിക്കുമായിരുന്നു. ഹദീസിൽ കാണാം, മാ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുത്ബതൻ ഇല്ലാ അമറന ബിസ്സദഖതി വനഹാന അനിൽ മുസ്ല. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളോട് ഖുത്ബ നടത്തിയിട്ടുണ്ടോ, പ്രസംഗിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെയും സദഖ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും മുസ്ലയെ വിരോധിക്കുകയും ചെയ്യുമായിരുന്നാണ്. മുസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ വികൃതമാക്കലാണ്. കാത് ജത്തി, മൂക്ക് ജത്തി, ശരീരം വികൃതമാക്കി, അതാണ് മുസ്ലത്ത്. അത് റസൂൽ എപ്പോഴും വിലക്കുമായിരുന്നു എന്നാണ്. ഇമ്രാൻ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ് കേട്ടത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അതേപോലെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഹുസ്സു ഫീ ഖുതുബതിഹി അല സദഖ വയൻഹ അനിൽ മുസ്ല. റസൂൽ സദഖ പ്രോത്സാഹിപ്പിക്കും പ്രസംഗങ്ങളിലൊക്കെ, മുസ്ലയെ വിരോധിക്കുകയും ചെയ്തു. മുസ്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരം വികൃതമാക്കൽ. അപ്പോൾ ചിലപ്പോൾ തുല്യശിക്ഷ നടപ്പിലാക്കുമ്പോൾ ശരീരം വികൃതമാക്കുക, മുസ്ല വന്നു പോവുക എന്നുള്ളത് വരും. അതുകൊണ്ട് ജീവനെടുത്തതിന് ജീവനെടുത്താൽ മതി, വാളുകൊണ്ട് തലകൊത്തി ഖിസാസ് നടപ്പിലാക്കിയാൽ മതി എന്നുള്ളതാണ് ഹനഫികളുടെ പക്ഷം. പിന്നെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ വധിക്കുകയാണ് എങ്കിൽ നല്ല നിലക്ക് വധിക്കണം. അപ്പോൾ ഇടിച്ചും ചെത്തിയും കൊത്തിയും ഇങ്ങനെയൊക്കെ കൊന്നിട്ടുണ്ട് എങ്കിൽ അത് നല്ല നിലക്കുള്ള കൊല്ലയല്ല, പിന്നെ അത് വിരോധിക്കപ്പെട്ട മുസ്ലയാണ് എന്നൊക്കെയാണ് ഇതിൽ ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ അതിലൊക്കെ അതിക്രമം വരാനും സാധ്യതയുണ്ട്, ചെയ്തതിനേക്കാൾ കൂടുതൽ. നമ്മളോട് പറഞ്ഞത് പ്രതിക്രിയ എടുക്കുകയാണെങ്കിൽ തത്തുല്യമായി, ഫമനി അഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും എന്നല്ലേ. അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായിട്ടുള്ള എതിർപ്പാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ് വേണ്ടത്. ഏറാൻ പാടില്ല. ഏറിയാൽ ഫമനി അഅ്തദ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം എന്നാണ്. അവന് നോവേറ്റുന്ന ശിക്ഷ എന്ന് പറഞ്ഞില്ലേ. അത് വരാതിരിക്കാൻ ഖിസാസ്, വാളുകൊണ്ട് ജീവൻ എടുത്ത് മതി. ഇതാണ് ഈ വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. ചരിത്രത്തിൽ ഖാസിം ഇബ്നു മഅൻ എന്ന പണ്ഡിതൻ ശരീഖ് ഇബ്നു അബ്ദില്ല എന്നവരോടൊപ്പം ഒരു ഭരണാധികാരിയുടെ അടുക്കൽ സന്നിഹിതമായി. അപ്പം ഭരണാധികാരി ഒരാൾ അമ്പ ചെയ്തൊരു വ്യക്തിയെ കൊന്നിട്ടുണ്ട് എങ്കിൽ അയാളിൽ എങ്ങനെ ഖിസാസ് നടപ്പിലാക്കുമെന്ന് ചോദിച്ചു. ഒരാളെ അമ്പ ചെയ്ത് കൊന്നു, അപ്പോൾ എങ്ങനെ അയാളെ ഖിസാസിന് വിധേയമാക്കും ഈ കൊലയാളിയെ? അപ്പോൾ പറഞ്ഞു, യുർമ ഫയുഖ്തൽ, അമ്പ ചെയ്യപ്പെടണം, എന്നിട്ട് കൊല്ലപ്പെടണം അയാൾക്ക് നേരെയും. അപ്പോൾ ഫൈലം യമുത്ത് ബിറമിയത്തിൽ ഊല, ആദ്യത്തെ ഏറിൽ അയാൾ കൊല്ലപ്പെട്ടില്ലെങ്കിൽ, അപ്പോൾ പറഞ്ഞു യുർമ സാനിയത്തൻ, വീണ്ടും എറിയണം. അപ്പോൾ ഈ സുൽത്താൻ പറഞ്ഞു എന്നാണ്, അഫതത്തഖിദൂനഹു ഖറദൻ വഖദ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യുത്തഖദ ഷൈഉൻ മിനൽ ഹയവാനി ഖറദൻ. അപ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ കൊലയാളിയെ നാട്ടക്കുറിയാക്കുകയോ, ഇങ്ങനെ അമ്പ ചെയ്ത് മരിക്കോളം അമ്പ ചെയ്യാൻ നാട്ടക്കുറിയാക്കുകയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൃഗങ്ങളെ വരെ ഇങ്ങനെ നാട്ടക്കുറിയാക്കുന്നത് വിരോധിച്ചിട്ടില്ലേ? മൃഗങ്ങളെ വെച്ച് ഇങ്ങനെ ലക്ഷ്യം കിട്ടാൻ അമ്പ ചെയ്യുക, അത് വിരോധിക്കപ്പെട്ട വിഷയമാണ്. ഏതായാലും അമ്പ ചെയ്ത് കൊന്നവൻ അമ്പ ചെയ്ത് കൊല്ലപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ, ഒന്നാമത്തെ ഏറിൽ കൊല്ലപ്പെട്ടില്ല എങ്കിൽ പിന്നെയും എറിയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ അതിനിങ്ങനെ പ്രതികരിച്ചു എന്നാണ്. ഏതായാലും ഞാനിതിവിടെ പറഞ്ഞത് ഈ വിഷയത്തിൽ നമ്മുടെ ഈ ആയത്ത് ഓതി കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല എന്നോതി പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് തത്തുല്യമായി ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ കൊന്നത് അങ്ങനെ. എന്നാൽ ചിലർ
അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ജീവൻ എടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ജീവന് പകരം ജീവൻ, അത് വാളുകൊണ്ട് തലകൊത്തി നിർവഹിച്ചാൽ മതി എന്നാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ചില മസലകൾ നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാലാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. ഇനി ആയത്തിൽ മറ്റൊരു മസ്അല, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ എന്ന ഭാഗം നമ്മൾ വിശദീകരിച്ചപ്പോൾ അഫുവിനെ കുറിച്ച് പറഞ്ഞു. സഹോദരൻ്റെ രക്തത്തിൽ ഒരാൾക്ക് മാപ്പ് നൽകപ്പെടുകയും ദാക്ഷിണ്യം അരുളപ്പെടുകയും ചെയ്യുകയായാൽ നമ്മൾ പറഞ്ഞു, ദിയ സ്വീകരിച്ച് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ കൊല ചെയ്തവനെ മാന്യമായ നിലക്ക് തുടരുകയും ദിയ കൊള്ളുകയുമാണ് വേണ്ടത്. മാപ്പ് ലഭിച്ചവൻ വാദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, ഇഹ്സാനോട് കൂടി അത് നൽകി വീട്ടുകയുമാണ് ചെയ്യേണ്ടത്. അത് നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫൽ വാജിബു ഇത്തിബാഉ ബിൽ മാറൂഫ് വഅദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഈ അഫു, മാപ്പ് നൽകുക എന്നുള്ളത് അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, ദിയ സ്വീകരിച്ച് നഷ്ടപരിഹാര തുക സ്വീകരിച്ചിട്ടുള്ള മാപ്പ് നൽകൽ, അത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിനാകാം. ഇനി മജ്ജാനൻ, ദിയ സ്വീകരിക്കാതെ വെറുതെ മാപ്പ് നൽകി വിടണോ, അങ്ങനെയുമാകാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന എന്നാണ്. മർദ്ദിതനായി കൊല ചെയ്യപ്പെട്ടവൻ്റെ രക്ഷാധികാരിക്ക്, വലിയിന് അധികാരം നാം നൽകി എന്നാണ്. അപ്പോൾ തനിക്ക് നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിന് ദിയ സ്വീകരിച്ച് അഫു നൽകാം, മാപ്പ് നൽകാം, വെറുതെയും മാപ്പ് നൽകാം എന്നുള്ളതാണ്. മാപ്പ് നൽകുന്ന വിഷയം പറയുമ്പോൾ കൊല്ലപ്പെട്ടവന് വലിയമാർ പലരുണ്ട് എങ്കിൽ, കുറേ വലിയമാരുണ്ട് എങ്കിൽ എല്ലാവരുടെയും സമ്മതം മുഖ്യമാണ് ഖിസാസിൻ്റെ വിഷയത്തിൽ. ഈ ആയത്തിൽ സുപ്രധാനമായ മറ്റൊരു മസല കൂടിയുണ്ട്. അത് ഖിസാസും അഫുവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഖിസാസ് നടപ്പിലാക്കപ്പെടണമെങ്കിൽ വലിയ അത് ആവശ്യപ്പെടണം. കൊല്ലപ്പെട്ടവൻ്റെ വലിയ, കൊല്ലപ്പെട്ടവന് ഒന്നിലധികം വലിയമാരുണ്ട് എങ്കിൽ എല്ലാവരും ഖിസാസ് ആവശ്യപ്പെടണം. വലിയമാരിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ട് എങ്കിൽ ഖിസാസ് നടപ്പിലാക്കപ്പെടില്ല. പകരം അഫുവാണ്, ദിയയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു മസ്അല. ഈ വിഷയത്തിലൊരു സംഭവം ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ നിവേദനം ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി അത് ഇർവാ ഉൽ ഖലീലിൽ സഹിഹായ പരമ്പരയിൽ നൽകിയിട്ടുമുണ്ട്. സെയ്ദ് ബിൻ വഹബ് അൽ ജുഹനി പറയുകയാണ്, ഉമർ റളിയല്ലാഹു തആലാൻ്റെ സമക്ഷത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടു. ആ വ്യക്തി മറ്റൊരാളെ കൊന്നിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ വന്നു. അവർക്കൊക്കെയും ഈ കൊലയാളിയെ കൊല്ലണം ഖിസാസിലൂടെ. എന്നാൽ ഈ കൊല്ലപ്പെട്ടവൻ്റെ ഭാര്യ, അവൾ കൊലയാളിയുടെ സഹോദരിയാണ്. അപ്പോൾ കൊല ചെയ്തത് ഈ സ്ത്രീയുടെ ആങ്ങളെയാണ്, അളിയനെയാണ് കൊന്നത്. കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളെല്ലാവരും ഇയാളെ ഖിസാസിലൂടെ കൊല്ലണമെന്ന് പറഞ്ഞു ഉമറിൻ്റെ അടുക്കൽ വന്നപ്പോൾ കൊല്ലപ്പെട്ടവൻ്റെ ഭാര്യ, കൊലയാളിയുടെ സഹോദരി പറഞ്ഞു, ഖദ് അഫൗതു അൻ ഹഖി, എൻ്റെ ഹക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു, കൊല ചെയ്തവന് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ ആതഖൽ ഖതീൽ, അല്ലാഹു ഏറ്റവും വലിയവൻ, കൊല ചെയ്തവൻ മോചിതമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്നാണ്. സെയ്ദ് ബിൻ വഹബ് അൽ ജുഹനിയാണ് ഈ സംഭവം നിവേദനം ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ നടന്ന ഈ സംഭവം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഖിസാസ് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളെല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടേണ്ട വിഷയമാണ്. അവരിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ട് എങ്കിൽ, എതിരഭിപ്രായമുണ്ട് എങ്കിൽ അപ്പോൾ അഫുവാണ്,
ദിയയാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇമാം ബൈഹഖി സുനനിലും ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ കൊന്നു. എന്തിന്? ഭാര്യയുടെ അടുക്കൽ ഒരു പരപുരുഷനെ കണ്ടതിനാൽ. ഇതോടുകൂടി ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സഹോദരങ്ങൾ 3 പേർ ഉമറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇയാൾക്കെതിരിൽ സംസാരിച്ചു. അളിയനാണ് കൊലയാളി. 3 പേരും ഉമറിനോട് തങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ വിഷയത്തിൽ സംസാരിച്ചു, അവർക്ക് ഖിസാസിന് വേണ്ടി. പക്ഷേ 3 സഹോദരങ്ങളിൽ ഒരാൾ തുടർന്ന് മാപ്പ് നൽകി. അപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ 3 പേർ, 2 ആൾ ഖിസാസിൽ ഉറച്ചു, ഒരാൾ അഫു നൽകി. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളിൽ 2 പേരോട് ഖുദ സുലുസൈ ദിയ, ഈ സ്ത്രീയുടെ പേരിലുള്ള ദിയ ഉണ്ടല്ലോ, നഷ്ടപരിഹാര തുക, അതിന് 2/3 നിങ്ങൾ 2 പേരും എടുത്തുകൊള്ളുക. ഫഇന്നഹു ലാ സബീല ഇലാ ഖത്ലിഹി, കൊല ചെയ്ത വ്യക്തിയെ കൊല്ലാൻ യാതൊരു മാർഗവും ഇല്ല. കാരണം ഔലിയാക്കളിൽ ഒരാൾ മാപ്പ് നൽകി എന്നതിനാൽ. അപ്പോൾ ഈ സംഭവം അറിയിക്കുന്നത് എന്താ? ഇതറിയിക്കുന്നത് ഖിസാസ് നടപ്പിലാക്കണമെങ്കിൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും, അതിൽ കുട്ടികളുണ്ടെങ്കിൽ വരെ ആ കുട്ടികൾക്ക് വകതിരിവും പ്രായപൂർത്തിയും ബുദ്ധിയുറക്കലും ഒക്കെ ആകുന്നത് വരേക്ക് അവർ വളരണം. എന്നിട്ട് അവരുടെ അഭിപ്രായത്തിന് ശേഷം ഖിസാസ് നടപ്പിലാക്കപ്പെടൂ. എല്ലാ ഔലിയാക്കളും അഭിപ്രായപ്പെട്ടാൽ മാത്രമാണ് ഖിസാസ്. ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഖിസാസ് അത് അഫുവിലേക്ക് വഴിമാറും. ദിയ നൽകി അഫു, അതാണ് പിന്നീട് അതിൽ ഇസ്ലാമിക വിധി. ഏറെ ഗൗരവപ്പെട്ട കുറേ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനമാണ് നമ്മുടെ വചനം. വളരെ സുന്ദരമായൊരു വിഷയവുമാണിത്. നമ്മുടെ ദീനിൻ്റെ സൗന്ദര്യം അതൊക്കെ മനസ്സിലാക്കാൻ വളരെ ഹൃദ്യവും ഭംഗിയുമായ മസ്അലകളെയാണ്, വിഷയങ്ങളെയാണ് ഈ വചനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ചില മസ്അലകളും പിന്നെ അടുത്ത മഹൽ വചനവും തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.